നമസ്കാരം. ജമ്മു കാശ്മീരിലെ നൌഗാം പോലീസ് സ്റ്റേഷനിൽ ഭീകരരിൽ നിന്നും പിടിച്ചെടുത്ത സ്ഫോടന വസ്തുക്കൾ പൊട്ടിത്തെറിച്ച സംഭവത്തിൽ മരണം 9. സ്ഫോടനത്തിൽ സ്റ്റേഷനും വാഹനങ്ങളും കത്തിയമർന്നിരുന്നു. ഡൽഹി ചെങ്കോട്ട സ്ഫോടന കേസിൽ ഉൾപ്പെടെ അറസ്റ്റിലായവരിൽ നിന്നും ജമ്മു കാശ്മീർ പോലീസ് പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കളാണ് പൊട്ടിത്തെറിച്ചത്. മരണസംഖ്യ ഇനിയും ഉയരാം എന്ന് വൃത്തങ്ങൾ അറിയിക്കുന്നു. ഇവ പരിശോധിക്കുന്നതിനിടെ പൊട്ടിത്തെറിക്കുകയായിരുന്നെന്നാണ് നിഗമനം. അതിനിടെ അട്ടിമറി സാധ്യതയും പരിശോധിക്കുന്നുണ്ട്. അട്ടിമറി സാധ്യത വളരെ കാര്യമായി തന്നെ പരിശോധനയിലുണ്ടെന്നാണ് അറിയുന്നത്. മാത്രമല്ല, പ്രാദേശികമായ ഒരു തീവ്രവാദ സംഘടന ആക്രമണത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുത്തെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും വരുന്നുണ്ട്. വിവിധ തരം റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അമോണിയം നൈട്രേറ്റ് ഉൾപ്പെടെ പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിരുന്നു. തഹസീൽദാർ അടക്കം ഉദ്യോഗസ്ഥരും സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. സാധാരണഗതിയിൽ ഫോറൻസിക് ഉദ്യോഗസ്ഥർക്ക് ഇത്തരത്തിലുള്ള കെമിക്കൽ ഉൽപ്പന്നങ്ങളൊക്കെ സൂക്ഷിക്കുന്നതിനും അതിൻ്റെ പരിശോധനയ്ക്കുമൊക്കെ കൃത്യമായ പരിശീലനം ലഭിച്ച ആളുകളാണ്. അത്തരത്തിലുള്ള ആളുകൾക്ക് എങ്ങനെ ഇങ്ങനൊരു അപകടം സംഭവിക്കുമെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. വെള്ളിയാഴ്ച രാത്രിയോടെയാണ് സംഭവം നടന്നത്. അതേസമയം സ്ഫോടക വസ്തുക്കളുടെ പൊട്ടിത്തെറിയിലെ അട്ടിമറി സാധ്യത വലിയ രീതിയിൽ ചർച്ചയുമാവുന്നുണ്ട്. മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടെന്നും അധികൃതർ അറിയിച്ചു. 13 പേരുടെ മരണത്തിനിടയാക്കിയ ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപത്തുണ്ടായ സ്ഫോടന കേസിലെ പ്രതികളിൽ ഒരാളായ മുസമിൽ ഷക്കീൽ ഹരിയാനയിലെ ഫരീദാബാദിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിൽ നിന്നും പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കളാണ് പൊട്ടിത്തെറിച്ചത്. 360 കിലോഗ്രാം സ്ഫോടക വസ്തുക്കളാണ് മുസമിൽ ഷക്കീലിന്റെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്തത്. ഇവയുടെ പരിശോധനയ്ക്കിടെയായിരുന്നു അപകടം. സ്ഫോടനത്തെ തുടർന്ന് തീയാളിപ്പടരുകയും പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിനും സമീപത്തും ഉണ്ടായിരുന്ന വാഹനങ്ങൾക്കും തീപിടിച്ചു. 30 കിലോമീറ്ററോളം സ്ഫോടനത്തിന്റെ ശബ്ദം കേട്ടത്. പൊട്ടിത്തെറിയുടെ തീവ്രത എത്രത്തോളം ഉണ്ട് എന്ന കാര്യത്തിൽ വ്യക്തമാക്കപ്പെടുന്നുണ്ട്. എന്തായാലും എക്സ് പ്ലാറ്റ്ഫോമിൽ അടക്കം ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങളും CCTV ഫുട്ടേജുകളും വന്നുകൊണ്ടിരിക്കുന്നു. ശക്തമായ സ്ഫോടനമാണ് നടന്നത്. പോലീസും ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലെ സംഘവുമാണ് പരിശോധന നടത്തിയിരുന്നത്. സ്ഫോടനത്തിൽ സമീപത്തുള്ള കെട്ടിടങ്ങൾക്ക് സാരമായ പരിക്ക് സംഭവിച്ചു. പരിക്കേറ്റവരെ ഇന്ത്യൻ ആർമിയുടെ 92 ബേസ് ആശുപത്രിയിലും ഷെറി കശ്മീർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ജമ്മു കാശ്മീരിലെ നൌഗാം പോലീസ് സ്റ്റേഷനിലെ സ്ഫോടനത്തിൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കും. വൈറ്റ് കോളർ തീവ്രവാദ മൊഡ്യൂൾ കേസിലെ അന്വേഷണത്തിനിടെ ഹരിയാനയിലെ ഫരീദാബാദിലെ ഡോക്ടറുടെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്ത അമോണിയം നൈട്രേറ്റ്, പൊട്ടാസ്യം നൈട്രേറ്റ്, സൾഫർ തുടങ്ങിയ രാസവസ്തുക്കളാണ് പോലീസ് പരിശോധിച്ചിരുന്നത്. എന്തായാലും ഇതാണ് പൊട്ടിത്തെറിയിലേക്ക് കലാശിച്ചത്. സംഭവ സ്ഥലത്തു നിന്നും 300 അടി അകലെ വരെ ശരീരഭാഗങ്ങൾ കണ്ടെത്തിയതായി റിപ്പോർട്ടുണ്ട്. മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ അമോണിയം നൈട്രേറ്റ് സീൽ ചെയ്യുന്നതിനിടെ തീ പിടിച്ചതാകാമെന്ന പ്രാഥമിക നിഗമനമുണ്ട്. അന്വേഷണം നടക്കുന്നുണ്ട്. ജെയ്ഷെ മുഹമ്മദിന്റെ നിഴൽ സംഘടനയായ PAFF ആക്രമണത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുത്തുവെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടും വരുന്നുണ്ട്. ഏതായാലും വിശദ അന്വേഷണം നടക്കും. ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്കടുത്ത് നടന്ന കാർ സ്ഫോടനവുമായി ഇതിന് ബന്ധമുണ്ട്. എന്തായാലും ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട ഒരു ഡോക്ടർ കൂടി അറസ്റ്റിലായ സാഹചര്യമുണ്ട്. എന്തായാലും വൈറ്റ് കോളർ ടെററിസത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ആക്രമണമാണോ കശ്മീരിലെ പോലീസ് സ്റ്റേഷൻ ആക്രമണമെന്ന് അറിയാം ഉടൻ തന്നെ.